മനസ്സിലായില്ല? ഒരു മനുഷ്യൻ എങ്ങനെ ആകരുത്, ഒരു വിശ്വാസി അല്ലെങ്കിൽ ഒരു ശിഷ്യ എങ്ങനെ ആകരുത് എന്നുള്ളതിന് ഉത്തമ ഉദാഹരണമാണ് ഈ അമൃതാജിന്നി ഗുരുരത്നം എന്നൊക്കെ പറയുന്നത്. മനസ്സിലായ? അടുത്തത്, ശാസനയിലൂടെയും ശിക്ഷയിലൂടെയും ഗുരു ശിഷ്യനെ രൂപപ്പെടുത്തുമ്പോൾ അത് ചിലപ്പോൾ കഠിനമായി തോന്നാം. പക്ഷേ അതിൻ്റെ അടിയിൽ കരുണയും ദൂരദർശനവുമാണ്. ശരിയാണ്. കാരണം എന്താ പറയുക, ശാസനയിലൂടെയും കഠിന ഇതിലൂടെയും ഒക്കെ ഗുരു പ്രവർത്തിക്കുമ്പോൾ എന്നുവെച്ചാൽ ഇവർ ഓരോരുത്തരിൽ നിന്ന് വസ്തു തട്ടിച്ച് മേടിക്കും. എൻ്റെ അച്ഛൻ്റെ നിന്ന് മേടിച്ചിട്ടുണ്ട് വസ്തു, നോക്കിക്കോളാം, ഇവിടെ വീട് തരാം, സ്ഥലം തരാം എന്നൊക്കെ പറഞ്ഞ് മേടിച്ചിട്ട് അതിനിപ്പോൾ ഉടനെ ഒരു കാര്യം വരും, ഒരു വീഡിയോ അവർ ചെയ്യുന്നുണ്ട്. അതിന് വീഡിയോ മാത്രമല്ല, അതിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ നടത്താൻ പോകുന്നുണ്ട്. 100ാമത് ഈ ഗുരുവിൻ്റെ ജന്മജയന്തിയോടനുബന്ധിച്ച് സംഘടനയുടെ സഹായത്തോടുകൂടി എൻ്റെ അമ്മയും ഒക്കെ കൂടി ചെയ്യുന്നുണ്ട്. അത് ഞാൻ പിന്നീട് പറയാം. അപ്പം ഈ ആൾക്കാരെ പറ്റിച്ച് മേടിക്കുക, പണമായാലും കൊള്ളാം, സ്ഥാപനജംഗമ വസ്തുക്കളായാലും കൊള്ളാം, എല്ലാം എന്നുവെച്ചാൽ ഗുരുവിൻ്റെ സ്ഥാപനജംഗമ വസ്തുക്കളൊക്കെ വിറ്റ് ഇവർ പുട്ടടിക്കുകയും, അതുകൂടാതെ ഗുരു പരമ്പരയ്ക്ക് എക്കാലത്തും നമസ്കരിക്കുന്നതിനും പ്രാർത്ഥിക്കുന്നതിനും വേണ്ടി, അതെന്താണ്, നമ്മുടെ ശ്രീരാമചന്ദ്രൻ വനവാസത്തിന് പോയപ്പോൾ ഭരതനോട് രാജാവാക്കാൻ പറഞ്ഞാണല്ലോ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത്. പക്ഷെ ഭരതൻ കാണിച്ച ഒരു മാന്യത പോലും ഇവർ കാണിച്ചില്ല. ഗുരുവിൻ്റെ ആ പാദസ്പർശം ഏൽപ്പിച്ച് തൃക്കൈ കൊണ്ടെടുത്ത് കയ്യിൽ കൊടുത്ത ഗുരുവിൻ്റെ പാദകം, സ്വർണ്ണപാദകം, അതും രത്നങ്ങളാൽ അലങ്കൃതമായ സ്വർണ്ണപാദകം, തൃക്കരങ്ങൾ, ഈ 2 സാധനം എന്ന് പറഞ്ഞാൽ പരമ്പരയ്ക്ക് എക്കാലത്തും ഗുരുവിനെ നമസ്കരിക്കാൻ വേണ്ടിയാണ്. അതിൻ്റെ നമസ്കരിക്കുന്നതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാലാണ്, നമ്മുടെ ഗുരു സിനിമ കണ്ടാൽ നമുക്കത് മനസ്സിലാവും. രഘുരാമൻ എന്ന് പറഞ്ഞാൽ ഒരു ആക്രമണത്തിന് പോകാൻ പോകുമ്പോൾ, ജാതീയപരമായ ഒരു വിവേചനത്തിൻ്റെ പരമായി അക്രമത്തിന് പോകാൻ പോകുമ്പോൾ അവിടെ സിതാര എന്ന് പറയുന്ന നടി പറയുന്ന, അല്ലെങ്കിൽ ആ ഒരു കഥാപാത്രം, അതിന് പേര് വേറെയാണ്, എന്നാലും നമ്മൾ ആ സിനിമാ നടിയുടെ പേര് വെച്ച് ഞാൻ പറയുകയാണ്, സിതാര എന്ന് പറഞ്ഞ കഥാപാത്രം പറയുന്നു, താങ്കൾ ആ ഗുരുവിൻ്റെ പാദകത്തിൽ നമസ്കരിച്ചിട്ട് പോകും. അപ്പോൾ ഒരു പാദകത്തിൽ നമസ്കരിച്ചാൽ എന്ത് സംഭവിക്കാനാണെന്ന് വിചാരിച്ചുകൊണ്ട് അദ്ദേഹം ആ പാദകത്തിൽ നമസ്കരിക്കുമ്പോൾ അദ്ദേഹത്തിനുണ്ടാകുന്ന ഒരു കാര്യം, ഒരു അനുഭവം, സിംബോളിക് രീതിയിൽ ആത്മീയപരമായ അന്ധത എന്ന് വെച്ചാൽ കാഴ്ചയില്ലാത്തൊരു ലോകത്ത് കാഴ്ചയുള്ളവൻ പറയുന്ന കാര്യത്തെക്കുറിച്ചുള്ള ഒരു വലിയൊരു ഇതുണ്ടല്ലോ, ഒരു എന്താ പറയുക, സിംബോളിക്കായിട്ട് കാണിക്കുന്ന ഒരു കാര്യം, മതത്തെക്കുറിച്ചും ജാതിയെക്കുറിച്ചും വർഗ വ്യത്യാസത്തെക്കുറിച്ചും ഗുരു അതിന് ഒരു സിംബോളിക്കായ രീതിയിൽ മനസ്സിന് മനസ്സിലാവുന്ന രീതിയിൽ ആ ചിത്രം. അപ്പം ആ ഒരു അനുഭവമാണ് നമുക്ക് ഗുരുവിൻ്റെ പാദകത്തെ നമസ്കരിക്കുമ്പോൾ കിട്ടേണ്ടത്. ആ പാദകം പോലും ഇന്ന് ആർക്കും 25 വർഷക്കാലമായിട്ട് ഒരു മനുഷ്യന് നമസ്കരിക്കാൻ കിട്ടിയിട്ടില്ല. ഉണ്ട് എന്ന് പറയല്ലാതെ ഇത് ഒളിച്ചു വെക്കാൻ പറ്റിയൊരു സാധനമല്ല, ഒളിച്ചു വെക്കാൻ പറ്റിയല്ല ഗുരു അത് കൊടുത്തത്.